ഗ്രന്ഥാലോകം മാസിക പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുക. മലയാളത്തിലെ വർത്തമാനകാല മാസികകളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ഗ്രന്ഥാലോകം. അതിൻ്റെ ബൃഹത്തായ ചരിത്രത്തെ ഓർമ്മിക്കാനുള്ള വേദി കൂടിയാവണം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷം. ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ 1948 മാസികയുടെ ആദ്യരക്കം പുറത്തിറങ്ങുന്നത്. എന്നാൽ മാസികയുടെ ചരിത്രം ആരംഭിക്കുന്നത് 1939 പറയുന്നത്. ആ വർഷമാണ് തൃശ്ശൂർ ചെരികുളത്ത് ചെറിയ മുൻകൈയെടുത്ത് ഗ്രന്ഥവികാരം എന്ന ത്രൈമാസിക തുടങ്ങാൻ നിശ്ചയിച്ചു. അത് പിന്നീട് എപ്പോഴും മുടങ്ങിപ്പോയി. 1945 PM പണിക്കരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അഖില ജനതാ ഗ്രന്ഥശാല സംഘമാണ് ഗ്രന്ഥാലോകം ദ്വൈമാസിക ആരംഭിച്ചത്. പിന്നീട് 1947 അത് മാസികയെ പുറത്തിറങ്ങുകയും ഗാന്ധി വധം കഴിഞ്ഞ് ഏതാനും മാസങ്ങളെ ആയിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ മുഖചിത്രവുമായാണ് മാസിക പുറത്തിറങ്ങിയത്. ഗാന്ധിയെയും ഗാന്ധിജിയെയും കുറിച്ച് നോവലിസ്റ്റ് കെ സുരേന്ദ്രൻ എഴുതിയ ലേഖനവും ആ പതിപ്പിലുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ചിത്രങ്ങൾക്ക് സർക്കാർ വേദികളിൽ വിലക്ക് ഏർപ്പെടുത്തിയ സംഭവങ്ങൾ പോലുമുള്ള ഒരു ദേശീയ സാഹചര്യം ഇന്നത്. ഗാന്ധിജി വധിക്കപ്പെട്ടു എന്ന് പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഗ്രന്ഥാലോകത്തിൻ്റെ ആദ്യ പതിപ്പിൽ ഗാന്ധിജി മുഖചിത്രമായി വന്നു എന്നത് ഓർമ്മിപ്പിക്കുന്നതിന് വലിയ പ്രസക്തി കാലത്തുണ്ട്. എൻ്റെ ഇഷ്ടപ്പെട്ട ഡോക്ടർ കെ ഭാസ്കരൻ നായർ, കൈസര കുമാരപിള്ള, വക്കമൊക്കക്കാർ തുടങ്ങിയവരുടെ ലേഖനങ്ങളാൽ കൂടി സമ്പന്നമായിരുന്നു ആദ്യ പതിപ്പ്. അതുകൊണ്ടൊക്കെ തന്നെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയപ്പോൾ വായനാ സമൂഹത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെ ആകെയും പ്രശംസ പിടിച്ചു പറ്റാൻ ഗ്രന്ഥാലോകത്തിന് കഴിയും. ഇത്രയും കാലം തുടർച്ചയായി പ്രസിദ്ധീകരിച്ച മാസികകൾ നമ്മുടെ നാട്ടിൽ അധികമില്ല എന്ന് തന്നെ പറയും. മുണ്ടശ്ശേരിയും ചങ്ങമ്പുഴയും നേതൃത്വം നൽകിയ മംഗളോദയം, തലശ്ശേരിയിൽ നിന്നുള്ള ഭദ്രശ്രുതി, കോഴിക്കോട് നിന്നുള്ള ഉദയം, നിലമ്പൂരിൽ നിന്നും ശിവജി, ബോംബെയിൽ നിന്നും നവസാഹിബി എന്നിങ്ങനെയുള്ള നിരവധി മാസികകൾ അക്കാലത്ത് അച്ചടിച്ചു. എന്നാൽ അവയൊന്നും ഇന്നില്ല. ഗ്രന്ഥാലോകമാകട്ടെ പ്രൗഢമായി നിലനിൽക്കുന്നു. ലണ്ടൻ ടൈംസ് ഹിസ്റ്ററി സപ്ലിമെന്റിന്റെ മാതൃകയാണ് ഗ്രന്ഥാലോകം തയ്യാറാക്കുന്നത് എന്ന് മുൻപിന്റെ പത്രാധിപരായിരുന്ന എസ് സുന്ദരൻ നായർ അഭിപ്രായപ്പെട്ടു. സാഹിത്യ വിഷയങ്ങൾ ഗൗരവമായി കൈകാര്യം ചെയ്യുന്ന നിരവധി മാസികകൾ മലയാളത്തിൽ മറ്റ് ഭാഷകളിൽ ഉണ്ട്. എന്നാൽ അവയ്ക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത ഗൗരവപൂർണമായ ഉള്ളടക്കം ഗ്രന്ഥാലോകത്തിന് ഉണ്ട്. ആധികാരികമായ ലേഖനങ്ങളാലും സാഹിത്യ സൃഷ്ടികളാലും സമ്പന്നമാണ്. അതുകൊണ്ടാണ് മുഖ്യധാര സാഹിത്യ മാസികകൾക്ക് പോലും അവകാശപ്പെടാൻ കഴിയാത്തത്ര വലിയ പ്രചാരമുള്ള പ്രസിദ്ധീകരണമായി വേറിട്ടുയർന്നു നിൽക്കാൻ ഗ്രന്ഥാലോകത്തിന് കഴിയുന്നുണ്ട്. സ്വാഗത ഭാഷണത്തിൽ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ
70,000 കോപ്പികൾ അച്ചടിക്കുന്ന നിലയിലേക്ക് ഇത് വളർന്നിരിക്കുന്നു എന്നത് അഭിമാനകരമാണ്. ഇനിയും മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയും. വായന മരിക്കുകയാണ് എന്ന ആശങ്ക പല കോണുകളിൽ നിന്നും ഉയരുന്ന ഘട്ടമാണ്. വായന മരിക്കുകയാണോ മറിച്ച് മാറുകയാണോ എന്നത് പരിശോധിക്കണം. കനപ്പെട്ട പുസ്തകങ്ങൾ കൊണ്ടുതന്നെ വായിക്കുക എന്നതിൽ നിന്ന് മാറി ഈ റേഡിയോയും പോഡ്കാസ്റ്റിങ്ങുമെല്ലാം വ്യാപകമാകുന്ന ഘട്ടമായി. അങ്ങനെ നോക്കുമ്പോൾ വായന മരിക്കുകയല്ല, മാറുകയാണ് ചെയ്യുന്നത്. നൂതനമായ ഇത്തരം മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഗ്രന്ഥാലോകത്തിന് കഴിയണം. ഈ റേഡിയോയുടെ കാലത്ത് പുസ്തകങ്ങൾ കൂടിയ തോതിൽ വിറ്റുപോകുന്നു എന്നത് മറ്റൊരു കാര്യം. ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖമാസികയാണല്ലോ ഗ്രന്ഥാലോകം. കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക വികാസത്തിന് അടിത്തറവാക്കിയ അനൗപചാരിക സർവകലാശാലകളാണ് നമ്മുടെ ഗ്രന്ഥശാലകൾ. സ്വാതന്ത്ര്യ സമരത്തിലും നവോത്ഥാന മുന്നേറ്റങ്ങളിലും ഗ്രന്ഥശാലകൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 50,000-ഓളം ഗ്രന്ഥാലയങ്ങളിൽ 5-1 കേരളത്തിലാണ്. കേരളത്തിൻ്റെ സാംസ്കാരികമായ ഉത്കർഷത്തെയാണ് ഇത് വിളംബരം ചെയ്യുന്നത്. ഈ സാംസ്കാരികതയെ തിരുത്താനുള്ള കാർമേഘങ്ങൾ ഉരുണ്ടുപോകുന്നത് നാം കാണാതിരുന്നുകൂടാ. ജാതിമത വേർതിരിവുകളുടെ കണിക പോലും ഇല്ലാതിരുന്ന ഗ്രന്ഥശാലകളിലേക്ക് വർഗീയതയെ കടത്തിവിടാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെ ചെറുത്തുവെപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഗ്രന്ഥശാല സംസ്കാരത്തെ പരിരക്ഷിച്ച് നിർത്താനാവുകയും. ഭരണഘടനയുടെ 7-ാം പട്ടിക അനുസരിച്ച് ഗ്രന്ഥശാലകൾ സംസ്ഥാന വിഷയമാണ്. എന്നാൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഗ്രന്ഥശാലകളെ കൈപ്പിടി ഒതുക്കാൻ ശ്രമം നടത്തുകയാണ്. അങ്ങനെ തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യാജ ചരിത്രവസ്തുതി തുടങ്ങുന്ന ആശയപ്രചാരണം നടത്താൻ ഗ്രന്ഥശാലകളെ ആയുധമാക്കാമെന്ന് സംഘപരിവാർ വിശ്വസിക്കുന്നു. അതൊന്നും അനുവദിച്ചു കൊടുക്കാവുന്നതല്ല. സംഘപരിവാറിന്റെ രീതിക്ക് വിരുദ്ധമായി ഗ്രന്ഥശാലകളെ അതിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തിൽ നിലനിർത്തി ശക്തിപ്പെടുത്തുകയാണ് കേരള സർക്കാർ. 2 കോടിയോളം രൂപയാണ് കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ ഗ്രന്ഥശാലകൾക്കായി നീക്കിവെച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ ഗ്രന്ഥശാലകളെ സംരക്ഷിക്കുന്നതിനുള്ള രാഷ്ട്രീയ പ്രതിരോധം നിർത്തുന്നതിന് സംസ്ഥാന സർക്കാർ മുന്നിലുണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. ലൈബ്രറികളിലൂടെ രൂപപ്പെട്ടു വരുന്ന പ്രാദേശിക കൂട്ടായ്മകളിൽ വൈജ്ഞാനിക സമൂഹം എന്ന ആശയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരം കൂട്ടായ്മകൾക്ക് വലിയ പ്രാധാന്യമാണ്. പൊതുജനങ്ങൾക്ക് ഒത്തുചേരാനും അവരുടെ വൈജ്ഞാനിക പഠനത്തെ കൂടുതൽ വികസിതമാക്കാനും കഴിയുന്ന ഇടങ്ങളായി പുതിയ കാലത്ത് അവയെ വികസിപ്പിക്കണം. ലൈബ്രറികളുടെ പ്രവർത്തനം വികേന്ദ്രീകൃതമായാണ് നടത്തപ്പെടേണ്ടത്. ഈ പ്രവർത്തന രീതിയെ സാമൂഹിക പുരോഗതിക്ക് അനുഗുണമാകുന്ന രീതിയിൽ മാറ്റി തീർക്കാൻ നമുക്ക് കഴിയും. നമ്മൾ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ സഹായിക്കുന്ന രീതിയിൽ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സാമൂഹ്യ മുന്നേറ്റത്തിനായി ജനങ്ങളെയാകെ സജ്ജീകരിക്കുന്നതിലും ലൈബ്രറികളിലൂടെ ഉയർന്നു വരുന്ന കൂട്ടായ്മകൾക്ക് സാധിക്കും. നാടിനെയും ജനങ്ങളുടെ ഐക്യത്തെയും ശിഥിലമാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ തക്കം വാർത്തെടുക്കുന്ന ശക്തികളുമുണ്ട്. ഈ ശക്തികളെ ചെറുത്ത് കാലത്തെ മുമ്പോട്ട് നയിക്കാൻ സമൂഹത്തിൻ്റെ മുന്നിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പക്കലുള്ള മൂർച്ചയേറിയ ആയുധമാണ് വായന. വെളിച്ചത്തിൻ്റെ ആ വാൾ ഉപയോഗിച്ച് ഇരുട്ടിനെ കീറിമുറിച്ച് മുൻപോട്ട് പോകാൻ സമൂഹത്തെ പ്രാപ്തമാക്കുന്നതിൽ ഗ്രന്ഥാലയങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിയും. എല്ലാവിധ വേർതിരിവുകൾക്കും വിഭാഗീയ ചിന്തകൾക്കും അതീതമായ
ഒരുമയുടെ സമൂഹ മനസ്സ് പുനഃസ്ഥാപിച്ചെടുക്കാൻ ഗ്രന്ഥശാലകൾക്ക് കഴിയണം. അത്തരം പ്രതീക്ഷകൾക്കൊത്ത് സമൂഹത്തെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള ആശയപ്രചാരണം ഏറ്റെടുക്കാൻ ഗ്രന്ഥാലോകം പോലെയുള്ള മാസികൾക്ക് കഴിയണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.